ഹായ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഫീലിംഗ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. അവർ നിങ്ങളോട് പറയാതെ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നും നമുക്കൊന്ന് നോക്കാം. അവരുടെ മനസ്സ് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു ഫാമിലി ആയിട്ടാണ് നിങ്ങളെ കാണുന്നത്. ഒരു ജീവിത പങ്കാളിയായിട്ട് നിങ്ങൾ കൂടെ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ മനസ്സിലുള്ള നിങ്ങളുടെ സ്ഥാനം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഒരു ജീവിത പങ്കാളിക്ക് കൊടുക്കുന്ന അതേ സ്ഥാനമാണ് നിങ്ങൾക്ക് അവർ നൽകിയിരിക്കുന്നത്. പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഒത്തിരി വേദനകളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. ആ ഒരു വിഷമം ആ വ്യക്തിക്ക് ഇപ്പോഴും ഉണ്ട്. കഴിഞ്ഞുപോയ കാലങ്ങളിലെ മുറിവ് ആ വ്യക്തി ഇപ്പോഴും വേദനിപ്പിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും അവർ കരുതുന്നത് നിങ്ങൾ അവരുടെ വെളിച്ചമാണെന്നാണ്. എല്ലാ അബണ്ടൻസിനും കാരണം നിങ്ങളാണെന്നും അവർ വിശ്വസിക്കുന്നുണ്ട്. അവരുടെ മനസ്സ് നിങ്ങൾക്കുള്ളത് ഒരു സൂര്യന്റെ സ്ഥാനമാണ്. അതുപോലെ തന്നെ എത്രയും വേഗത്തിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരണമെന്ന് അവരുടെ മനസ്സ് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ എന്ന് പറയുന്നത് അവർക്കൊരു പാഷനാണ്, അത്രമേൽ അട്രാക്ഷനാണ്. നിങ്ങളിലേക്ക് വരുവാൻ ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ റിലേഷൻഷിപ്പിലുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ആ വേദനകളൊക്കെ ഉൾക്കൊണ്ട് അതിൽ നിന്നൊരു പാഠം പഠിച്ച് നിങ്ങളിലേക്ക് തിരിച്ചു വരാനാണ് അവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഈ റിലേഷൻഷിപ്പിന്റെ എല്ലാ വശങ്ങളും ഇപ്പോൾ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനുശേഷമാണ് അവർ ഒരു തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നത്. ആ വ്യക്തി ഇപ്പോൾ ഉള്ളതും നിങ്ങളെക്കുറിച്ചുള്ള ഒത്തിരി നല്ല ഓർമ്മകളാണ്. ആ ഓർമ്മകളിൽ നിന്നും മുക്തരാകാൻ അവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നിങ്ങളുമായി പങ്കുവച്ച നല്ല നല്ല നിമിഷങ്ങൾ അവരുടെ മനസ്സിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നുണ്ട്. വീണ്ടും നിങ്ങളുമായി ഒരു റീയൂണിയൻ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ബോട്ടം എനർജി എന്ന് പറയുന്ന ഡെത്ത് കാർഡാണ്. ഇത് സൂചിപ്പിക്കുന്നത് ഒരു സൈക്കിൾ എൻഡാന് ശേഷം പുതിയൊരു സൈക്കിൾ നിങ്ങളുമായി തുടങ്ങണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പുതിയ വെളിച്ചമാണ് അവർ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്.